താങ്ക് യു സോ മച്ച് ഗായത്രി, താങ്ക് യു സോ മച്ച് അമൃത. ഇവർ സംസാരിക്കുന്നത് കേൾക്കാനാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ആദ്യം ഗായത്രിയുടെ കയ്യിൽ തന്നെ മൈക്ക് കൊടുത്ത് തുടങ്ങാണ്. അപ്പൊ ഗായത്രിയെ കുറിച്ച് നമുക്കറിയാം, നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. ഓൾ ദ വേ ഷീസ് കമ്മിങ് ഫ്രം തൃശൂർ. തൃശ്ശൂർക്കാരെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അറിയാം, അടിപൊളിയായിട്ട് സംസാരിക്കും, നല്ലൊരു സിംഗറാണ്. അപ്പൊ എന്താണ് ഗായത്രിയോട് പറയാനായിട്ട് പോകുന്നത്? എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. അതായത് ഒരുപാട് ഡ്രസ്സുകൾ വന്നു പോയിട്ടുണ്ട്, ഒരുപാട് ട്രെൻഡുകൾ മാറി മറിഞ്ഞിട്ടുണ്ട്. പക്ഷെ സാരിയോടുള്ള അന്നും ഇന്നുമുള്ള ക്രേസ് അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം, ആ സ്ഥാപനം അപ്ഡേറ്റ് ചെയ്യണം, ആ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഇത്രയും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതിൽ സർ ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് ചെയ്യുന്നു. ഈ നവരത്ന പട്ടുസാരി ഒരു വലിയ തുടക്കം കുറിക്കട്ടെ. ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ ഇതേപോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കട്ടെ. ഒരുപാട് ഫോളോവേഴ്സ് നവരത്ന പട്ടിനുണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എന്നെ വിളിച്ചതിൽ, എന്റെ മുഖം കൺസിഡർ ചെയ്തതിൽ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സീമാസ് എന്റെ ഒരു ഫാമിലി പോലെയാണ്. കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഇവിടെ വന്നു പോയതേ ഉള്ളൂ. ഒരു ലോഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത്. എനിക്ക് സീമാസിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതിപ്പോ ലേഡീസിനാണെങ്കിലും ജെന്റ്സിനാണെങ്കിലും എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ സീമാസിന്റെ ഇത്രയും വലിയൊരു ഫംഗ്ഷനിൽ എന്നെ ഒരു പാട്ടാക്കിയതിൽ സീമാസിനും സുധീസ്ഥാനും ഫാമിലിക്കും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഗായത്രി പറഞ്ഞതുപോലെ സാരി എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡ്രസ്സാണ്. പിന്നെ ഏതൊക്കെ ഫംഗ്ഷൻ ആണെങ്കിലും ഏതൊക്കെ മോഡൽ വന്നാലും സാരി അതിലെന്നും ഹൈലൈറ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ പുതിയ ട്രെൻഡിനനുസരിച്ച് പുതിയ സാരി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സാരി എന്ന് പറയുന്നത് സീമാസ് എന്നായിരിക്കും എല്ലാവരും ഓർക്കേണ്ടത് ഫസ്റ്റ്.